വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിന് പിന്നിൽ അഴിമതി ആരോപിക്കുകയാണ് പ്രതിപക്ഷം. സർക്കാർ നീക്കത്തിന് പിന്നിൽ കർണാടക മദ്യ ലോബിയെന്നും വി.ഡി. സതീശൻ എത്ര കിട്ടിയെന്നും മുൻമന്ത്രി എം.പി. രാജേഷ് ചോദിച്ചു. കഴിഞ്ഞ സർക്കാർ വേണ്ടെന്ന് വെച്ച തീരുമാനിച്ച പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്ന് മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് സർക്കാർ നീക്കമെന്ന് ടി.എം. തോമസ് ഐസക് പറഞ്ഞു. സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടാക്കി ഈ നികുതി ഇളവ് കൊടുത്തതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്ന് മുഖ്യമന്ത്രി കേരള സമൂഹത്തോട് മറുപടി പറയേണ്ടി വരും. എത്ര കിട്ടി എന്ന് സതീശൻ പറഞ്ഞാൽ മതി. ആ ത്യാഗം സഹിക്കാൻ തയ്യാറായതിന്റെ പിന്നിൽ നടന്ന കൊടുക്കൽ വാങ്ങൽ എന്താണ് പുറത്തു വരിക തന്നെ ചെയ്യും. കർണാടക മദ്യ ലോബി ഇതിന്റെ പിന്നിലുണ്ട്. ഞങ്ങൾ അതിനകത്ത് തീരുമാനിച്ച റേറ്റേ അല്ല, റേറ്റ് തീരുമാനിക്കാഞ്ഞത് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ടാണ്. വേണ്ട എന്ന് വെച്ച പദ്ധതിയാണ് ഇത് നടപ്പിലാക്കേണ്ട. ആ റേറ്റ് അതുകൊണ്ടാണല്ലോ നിശ്ചയിക്കാഞ്ഞത്. ഹോർട്ടി വൈനല്ലെങ്കിലും വീര്യം കുറഞ്ഞ നികുതി കേരളത്തിൽ കൊണ്ടുവന്ന് വെക്കണം. ഈ മാർക്കറ്റ് അവർ പിടിക്കും. ഇത് ചെയ്യാൻ പാടില്ല. ആ നികുതി അനുവദിക്കുന്നത് കോർപ്പറേറ്റുകളുടെ കടന്നുവരവിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് പ്രത്യേക നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം എക്സൈസ് മന്ത്രി അറിയാതെയാണോ? ധനകാര്യ വകുപ്പുമായും തദ്ദേശ വകുപ്പുമായും ബന്ധപ്പെട്ട തീരുമാനമാണ് ഇപ്പോൾ എടുത്തത് എന്നാണ് മന്ത്രി എം ലിജുവിന്റെ പ്രതികരണം. നികുതി നിശ്ചയിക്കുന്നതിൽ എക്സൈസ് വകുപ്പിന് ബന്ധമില്ല എന്നും മന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി നിശ്ചയിക്കുന്നതിൽ എക്സൈസ് വകുപ്പുമായി യാതൊരു ബന്ധവുമില്ല. അത് ആ തീരുമാനം എടുക്കപ്പെട്ടിരിക്കുന്നത് GSTയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ധനകാര്യ വകുപ്പിൻ്റെ മുമ്പിലുണ്ടായിരിക്കുന്ന ഒരു തീരുമാനം നേരത്തെ ഉണ്ടായിരുന്ന ഇതിന് നികുതി നിശ്ചയിക്കുന്നത് മാത്രമാണ് നടന്നതെന്നാണ്. അല്ലാതെ വിൽക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോയി എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പം വകുപ്പായിട്ട് ആശയവിനിമയം നടത്തി തന്നെയാണ്. അല്ല, തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടൊരു പോളിസി ഉണ്ടാകുമ്പോൾ വിൽക്കണോ വേണ്ടോ എന്നൊരു തീരുമാനം എക്സൈസ് വകുപ്പുമായി ചർച്ചയുണ്ടാകും. എക്സൈസ് വകുപ്പിന് അതിനകത്ത് അഭിപ്രായം പറയാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നയം രൂപീകരിക്കുമ്പോൾ ഇത്തരം ചർച്ച ഉണ്ടാവേണ്ടതാണല്ലോ, ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ലോ ആൽക്കഹോളിക് ബിവറേജിൻ്റെ ഉൽപ്പാദനം നമ്മുടെ സംസ്ഥാനത്ത് വിതരണത്തെ സംബന്ധിച്ച് തീരുമാനമെടുത്തത് LDF ഗവൺമെൻറ് 2022-ലും 2023-ലും. ഇവർ പറഞ്ഞ ഹോട്ടി ലിക്കറിൻ്റെ ഉൽപ്പാദനം ഡിസ്റ്റിലറി തുടങ്ങാനാണ് അനുമതി കൊടുത്തത്. മൈക്രോ ഡിസ്റ്റിലറീസ് സംസ്ഥാന വ്യാപകമായിട്ട് വിതരണവും അതെന്ന് പറയുന്നത് 20 to 30%. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. TV പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. TV പ്രസാദ്, ഇത് കേവലം ടാക്സുമായി ബന്ധപ്പെട്ട തീരുമാനം മാത്രമല്ല. ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ടാക്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അത് സ്വാധീനിക്കുന്നത് വിപണി ലഭ്യതയാണ്. വിപണിയിൽ എത്രത്തോളം മദ്യം ഏത് നിലയ്ക്ക് വരണം എന്നുള്ളത് നയപരമായൊരു കാര്യം കൂടിയാണ്. സ്വാഭാവികമായും എക്സൈസിന്റെ നയത്തോടു കൂടി അനുബന്ധമായിട്ട് വേണമായിരുന്നു ഇത് പുറത്തേക്ക് വരാൻ എന്നുള്ളതാണ് CPM വിമർശനം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഘടന ഏർപ്പെടുത്തിയതോടുകൂടി വലിയ വിവാദ കൊടുങ്കാറ്റാണ് സംസ്ഥാനത്ത് സൃഷ്ടിച്ചത്. നമുക്കറിയാവുന്നതുപോലെ 42.86% ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് കേരളത്തിലുള്ള അതിന് വീര്യം എന്ന് പറയുന്നത്. അതിന് സംസ്ഥാനത്ത് 251% നികുതി ഘടനയുള്ളത്. അതായത് ഒരൊറ്റ നികുതി ഘടന മാത്രമാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്. എന്നാൽ പുതിയ തീരുമാനപ്രകാരം 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120%വും 10% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് 175%വും മാത്രമാണ് ഇതിന്റെ നികുതി എന്ന് പറയുന്നത്. ഇത് വലിയ പ്രത്യാഘാതം, സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇത് പൂർണ്ണമായും എക്സൈസ് വകുപ്പ് അറിയാതെയാണ് ഈ തീരുമാനം നടപ്പിലാക്കിയത് എന്നതാണ് എക്സൈസ് മന്ത്രി തന്നെ ഇന്ന് തുറന്നു പറഞ്ഞത്. അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാക്കൾ ശക്തമായ വിവാദവുമായി ശക്തമായ പരാമർശങ്ങളുമായി രംഗത്തെത്തി. വി.ഡി. സതീശന് എത്ര കിട്ടിയെന്നാണ് മുൻ എക്സൈസ് മന്ത്രി ചോദിച്ചത്. പിണറായി വിജയനും അതുപോലെ തന്നെ എം.വി. ഗോവിന്ദനും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. എന്തായാലും സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിവാദമായി വീര്യം കുറഞ്ഞ മദ്യം യഥേഷ്ടം വിൽക്കാനും അതിന് നികുതി കുറയ്ക്കാനുമുള്ള തീരുമാനമായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മാധു.